ജീവിതത്തിൽ ജിന്നിനോടോ മലക്കിനോടോ ഔലിയാക്കളോടോ ഉള്ള ഏത് തേട്ടവും ശിർക്കാണ്. ജിന്നിനോടുള്ള വിളിയാണ്. ജിന്നിനോടുള്ള എല്ലാ വിളികളും ശിർക്കാണോ? അല്ലേ? അല്ല. ഒരിക്കലും തന്നെ ജിന്നെ കാക്കണേ എന്ന് വിളിച്ചാൽ, മുഹ്യദ്ദീൻ ശൈഖെ കാക്കണേ എന്ന് വിളിച്ചാൽ അത് ശിർക്കാണ്, കുഫ്റാണ്. മലക്കെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാണ്, കുഫ്റാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയത്തിനും ഇവിടെ അവകാശമില്ല. ജിന്നിനോടുള്ള എല്ലാ വിളികളും ശിർക്കാണോ? അല്ലേ? അല്ല. നമ്മുടെ കഴിവുകൾ അങ്ങോട്ട് അവസാനിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് വിളിക്കാവുന്ന അവലംബിക്കാവുന്ന പവറുള്ള ഒരൊറ്റ ശക്തിയേ ഉള്ളൂ. അവിടെ മലക്കുല്ല, ജിന്നുല്ല, അമ്പിയാക്കളുള്ള, ഔലിയാക്കളുള്ള, ആരുമില്ല, അല്ലാഹു മാത്രം. അതാണ് വളരെ കൃത്യമായി ഇസ്ലാമിന്റെ വിശ്വാസം. ജിന്നിനോടുള്ള എല്ലാ വിളികളും ശിർക്കാണോ? അല്ലേ? അല്ല. യഥാർത്ഥത്തിൽ ഈ ജിന്നിനോടുള്ള സഹായത ശിർക്കാണ്, ശിർക്കല്ലേ യഥാർത്ഥത്തിൽ? ഒരു സംശയമില്ല ശിർക്കാണ്. യാതൊരു സംശയമില്ല, ശിർക്കാണ്. നിങ്ങൾ ലോകത്ത് ആരെങ്കിലും അത് ശിർക്കല്ല എന്ന് ഇവര് ആരോപിക്കുന്ന ആളുകൾ എഴുത്തുമൂലമോ വാക്കുമൂലമോ പറഞ്ഞ ഏതെങ്കിലും ഒരു തെളിവ് കൊണ്ടുവരാൻ അവർക്ക് കഴിയുമെങ്കിൽ അവർ കൊണ്ടുവരും. അല്ല, കാരണം എല്ലാ വിളിയും ശിർക്കാണെങ്കിൽ ജിന്നോടുള്ള ഏത് പേടിയും ശിർക്കായി മാറണം. ശൈത്താനെ സംബന്ധിച്ചുള്ള ഏത് ഭയവും ശിർക്കായി മാറണം. അതിനു മുമ്പിൽ അർപ്പിക്കുന്ന ഏത് വിനയവും ശിർക്കായി മാറണം. അതിനോടുള്ള ഏത് പ്രതീക്ഷയും ശിർക്കായി മാറണം. എന്നാൽ അത് ശിർക്കാണ്. നമുക്ക് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്തില്ല, വകുപ്പില്ല. ജിന്നിനോടോ മലക്കിനോടോ ഔലിയാക്കളോടോ ഉള്ള ഏത് തേട്ടവും ശിർക്കാണ്. ഏത് തേട്ടവും ശിർക്കാണ്. അല്ല. പ്രദേശത്തോ സ്വജനപ്രദേശത്തോ ജിന്നിനോട് സഹായം തേടാൻ പാടില്ല. അത് ശിർക്കാണ്, ശിർക്കാണ്, ശിർക്കാണ്. ഈ കാര്യത്തിൽ തർക്കമില്ല. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തളഞ്ഞു നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു. ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണ ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളെ കഴിവിൽ പെടാത്തത് തേടുകയല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ല. ഈ ജനപ്രദേശത്തോ സ്വജനപ്രദേശത്തോ ജിന്നിനോട് സഹായം തേടാൻ പാടില്ല. അത് ശിർക്കാണ്, ശിർക്കാണ്, ശിർക്കാണ്. ഈ കാര്യത്തിൽ തർക്കമില്ല. ഇൻതദഉഹും ലാ യസ്മഉ അലൈക്കും. റഖീബെ അത്തീദെന്ന് ഞാൻ വിളിച്ചാൽ റഖീബ് കേൾക്കൂല. ഞാൻ ഇപ്പൊ വിളിക്കാണ്, റഖീബെ അത്തീദെന്ന് വിളിച്ചാൽ കേൾക്കൂല. വിളിച്ചാൽ കേൾക്കൂല, ദുആ കേൾക്കൂല, സംസാരം കേൾക്കുള്ളൂ. അതെ, നമ്മുടെ വിളി കേൾക്കുന്നു, പ്രാർത്ഥന കേൾക്കൂല. ഞാൻ ഇപ്പൊ റഖീബെ അത്തീദെന്ന് പ്രാർത്ഥിച്ചു, കേൾക്കൂല, കേൾക്കൂല. അവർ കേട്ടിട്ടില്ല. ഇല്ല, പ്രാർത്ഥന കേൾക്കൂല. റഖീബെ എന്റെ കിതാബില് ഇപ്പൊ നിങ്ങൾ എഴുതി വെച്ചതിൽ എന്തെങ്കിലും ഒരു തിരുത്തി കൊടുക്കണം, ഞാൻ പറഞ്ഞ് തെറ്റിപ്പോയതാണ്, തിരുത്തണം എന്ന് പറഞ്ഞാൽ അതവർ കേൾക്കൂല. ആ വിളി കേൾക്കും, പ്രാർത്ഥന കേൾക്കൂല. കാരണം ദുആ കേൾക്കാൻ അല്ലാഹ്ക്കേ കഴിയുള്ളൂ. ആ ഖുർആൻ കേൾക്കും, കേൾക്കൂല. പക്ഷെ ഉത്തരം ലായസ്മഉ മാത്രമല്ല അല്ല പറഞ്ഞത്. ഇങ്ങനത്തെ ചില ആൾക്കാർ അവസാനത്തെ കാലത്ത് വരും എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അല്ല പറഞ്ഞത് വലൗ സമിഉ മസ്തജാബു ലക്കും. ഇങ്ങനത്തെ ചില ആൾക്കാർ അവസാനത്തെ കാലത്ത് വരും എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അല്ല പറഞ്ഞത് വലൗ സമിഉ മസ്തജാബു ലക്കും, വലൗ സമിഉ മസ്തജാബു ലക്കും. മരുഭൂമിയിലെത്തിയ റക്കീബിനോട് ഞാൻ സഹായം ചോദിച്ചു എന്ന് കൂട്ടിക്കാം. റക്കീബിനോട് ശിർക്ക് വരുന്നില്ല, ശിർക്ക് വരുന്നില്ല. ഹദീസ് ദഈഫാണെങ്കിലും അമൽ ചെയ്യാം എന്ന അഭിപ്രായം വരെ സലഫി പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒരു പ്രതിസന്ധി ഘട്ടത്തിലുള്ള ഒരു വിളി എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ശിർക്കൻ വിളിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ഒരു ജിന്നിവിടെ ഉണ്ടെങ്കിൽ ആ ജിന്നിന്റെ കൈ പിടിക്കട്ടെ എന്നേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എന്റെ മനസ്സിൽ പ്രാർത്ഥനയില്ല. സഹായിക്കാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹായിക്കട്ടെ എന്ന നിലക്ക് വിളിച്ചിട്ടില്ലെങ്കിൽ അതൊരു പ്രതിസന്ധി ഘട്ടത്തിലെ ഒരു ശിർക്കൻ വിളിയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റൂല. ഇവർ കേട്ടെങ്കിൽ കേട്ട് സഹായിക്കട്ടെ എന്ന് വിചാരിക്കുന്ന കൂട്ടത്തിൽ അള്ളാന്റെ ഏത് സൃഷ്ടികളെ ഉദ്ദേശിച്ചാലും ശിർക്ക് വരൂല. അതുപോലത്തെ ഒരു സംഗതിയാണ് പറഞ്ഞത്. അത് ശിർക്കാന്ന് ആരെങ്കിലും പറയോ? ഈ ഹദീസ് കൊണ്ട് അമലു ചെയ്യുന്നത് എന്തില്ല, അത് കണിശമായി എതിർക്കപ്പെടേണ്ട ഒരു കാര്യമല്ല. ആരവം കേൾക്കുന്നു ഖേദം മനതാരിൽ കൂരമ്പായേൽക്കുന്നു. കേരള നാട്ടീന്ന് ആരവം കേൾക്കുന്നു ഖേദം മനതാരിൽ
കുരമ്പായേൽക്കുന്നു ആരോ തിരിവെച്ച ജിന്നെന്ന തീപന്തം നേരായി ഗണിക്കുവാൻ എന്തെല്ലാം സിദ്ധാന്തം ആരോ തിരിവെച്ച ജിന്നെന്ന തീപന്തം നേരായി ഗണിക്കുവാൻ എന്തെല്ലാം സിദ്ധാന്തം കേരള നാട്ടീന്ന് ആരവം കേൾക്കുന്നു ഖേദം മനതാരിൽ കുരമ്പായേൽക്കുന്നു. ത്തെ തുടർന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തുപോയ ആളുകൾ ഉണ്ടാക്കിയ സംഘടനയുടെ പേരെന്താ? വിസ്ഡം. ബുദ്ധിയൊക്കെയായി ബന്ധപ്പെട്ട പദാണ് വിസ്ഡം. ഇത് തുടങ്ങിയ വാദോ ലോകത്തെ ഭൂലോക പൊട്ടത്തരം എന്ന് പറയാവുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കുറെ ആളുണ്ടല്ലോ, നമ്മളൊക്കെ ഇരുട്ടിലൂടെ പോയിട്ടുണ്ട്, വെളിച്ചത്തൂടെ പോയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ശബ്ദം കേൾക്കുമ്പോൾ അത് ജിന്നിന്റെ ശബ്ദം നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരു ശബ്ദം കേട്ടപ്പോൾ നിങ്ങൾക്ക് പൂച്ചയാന്ന് തോന്നിയിട്ടുണ്ട്, പട്ടിയാന്ന് തോന്നിയിട്ടുണ്ട്, ആനയാന്ന് തോന്നിയിട്ടുണ്ട്, കൊതുകാന്ന് തോന്നിയിട്ടുണ്ട്. ജിന്നാന്ന് തോന്നിയത് ഏത് ശബ്ദം കേട്ടപ്പോഴാ? ഒരു ശബ്ദം കേട്ടപ്പോഴും തോന്നിയിട്ടില്ല. കാരണം എന്താ? നമ്മൾ ആരും ശബ്ദം കേട്ടിട്ടില്ല. ഇത് വിസ്ഡം വിഭാഗം പുറത്തിറക്കിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ വളരെ കൃത്യമായി 141 പേജിൽ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവിടെ അതിനെ ചുരുക്കിയിടുകയാണ്. ഇതുപോലെ ആധുനികരും പൗരാണികരുമായ 50ഓളം പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരാരും അതിൽ ശിർക്ക് കണ്ടിട്ടില്ലെന്ന് മാത്രമല്ല, ചിലർ അത് സുന്നത്തായി പരിഗണിക്കുക പോലും ചെയ്തിട്ടുണ്ട്. മനസ്സിലാക്കണം. അപ്പോ ഇത് സുന്നത്തായി ഗണിക്കുന്ന ആളുകൾ വരെയുണ്ട്. ഇതിലൊരു ശിർക്കുമില്ല, ഒരു വസീലത്ത് ശിർക്കുമില്ല, ഒരു ഹറാമും ഇതിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ആകെ ഇതിനെ സംബന്ധിച്ച വിധിയായി രേഖപ്പെടുത്തിയത് അഹ്കാമുൽ ഖംസയിൽ ഫർള് കഴിഞ്ഞാൽ പിന്നെന്താ ഉള്ളത്? സുന്നത്തായി പരിഗണിക്കുക പോലും ചെയ്തിട്ടുണ്ട്. ഇത് വിസ്ഡം ജിന്നി വിഭാഗം ഔദ്യോഗികമായി ഈ ദുർബലമായ ഹദീസിൽ സുന്നത്തെന്ന ഹുക്കുമടക്കം എഴുതി വെച്ചിട്ട് ഈ കേരളക്കരയിൽ നട്ടുനനക്കാൻ പണിയെടുത്ത ആരവം കേൾക്കുന്നു ഖേദം മനതാരിൽ കുരമ്പായേൽക്കുന്നു. കേരള നാട്ടീന്ന് ആരവം കേൾക്കുന്നു ഖേദം മനതാരിൽ കുരമ്പായേൽക്കുന്നു ആരോ തിരിവെച്ച ജിന്നെന്ന തീപന്തം നേരായി ഗണിക്കുവാൻ എന്തെല്ലാം സിദ്ധാന്തം ആരോ തിരിവെച്ച ജിന്നെന്ന തീപന്തം നേരായി ഗണിക്കുവാൻ എന്തെല്ലാം സിദ്ധാന്തം കേരള നാട്ടീന്ന് ആരവം കേൾക്കുന്നു ഖേദം മനതാരിൽ കുരമ്പായേൽക്കുന്നു.